ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു കിഴങ്ങ് മെഴുക്ക് പുരട്ടിയാണ്. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ്. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിന് കൊടുത്തു വിടാനൊക്കെ വളരെ നല്ലൊരു മെഴുക്ക് പുരട്ടിയാണ്. അതിനായിട്ട് ഞാനിവിടെ മീഡിയം സൈസുള്ള 3 കിഴങ്ങ് തൊലി ചെത്തി വൃത്തിയാക്കി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് 5 വെളുത്തുള്ളി അരിഞ്ഞത് ചേർക്കാം. അല്പം കായം കൂടി ചേർത്ത് കൊടുക്കാം. കായത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഉള്ളിയുടെ പച്ചമണം നന്നായി മാറണം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ കിഴങ്ങ് ഒരു പകുതി വേവാവുന്നത് വരെ മൂടി വെച്ച് വേവിക്കാം. കിഴങ്ങ് പകുതി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, കാൽ ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. മസാലയെല്ലാം നന്നായി കിഴങ്ങിൽ പിടിക്കണം. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിനുശേഷം 5 മിനിറ്റ് കൂടി മൂടി വെച്ച് വേവിക്കാം. കിഴങ്ങ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് അല്പനേരം മൂടി മാറ്റി വെച്ചതിന് ശേഷം വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കിഴങ്ങ് മെഴുക്ക് പുരട്ടി തയ്യാറായിട്ടുണ്ട്. ഇത് ചോറിനും കഞ്ഞിക്കും ഒക്കെ കൂട്ടാൻ വളരെ ടേസ്റ്റിയാണ്. ഈ ഒരു കറി മാത്രം മതി ചോറുണ്ണാൻ. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.